ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മുകുന്ദൻ വീണ്ടും ഗിരിയേട്ടന് വേണ്ടി സംസാരിക്കാൻ വന്നതാണോ? മഞ്ജുവിന് ദേഷ്യം തോന്നിയെങ്കിൽ സോറി. ഗിരിയേട്ടൻ മുകുന്ദനെ കണ്ടിട്ട് വിഷമം പറഞ്ഞു കാണും. മുകുന്ദൻ മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ മനസ്സിലിയുന്ന ആളല്ലേ. എന്നോട് സംസാരിക്കാമെന്ന് ഏറ്റവും കാണും. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. അല്ല, മഞ്ജുവിന് ഇപ്പോഴും ഗിരിയോട് ചെറിയൊരു ഇഷ്ടമില്ലേ? അല്ല, സാധാരണ അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിങ്ങൾ തമ്മിൽ വെറുക്കുന്നതോ വഴക്കു കൂടുന്നതോ ഞാൻ കാണാറില്ല. ഗിരി ചെയ്ത തെറ്റിനോട് മഞ്ജു ക്ഷമിക്കുമെന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. ഇത് ചോദിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു കാരണമുണ്ട് മഞ്ജു. ഗിരിയും മഞ്ജുവും തമ്മിൽ പിരിയാൻ കാരണക്കാരി മഹിമയാണോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുകുന്ദൻ എന്താ അങ്ങനെ പറഞ്ഞത്? മഞ്ജു വീട് വിട്ടിറങ്ങിയപ്പോ ഗിരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനാ മഹിമ പ്രോത്സാഹിപ്പിച്ചത്. അവൾക്കതാണ് ശരിയായി തോന്നിയത്. പക്ഷേ മഞ്ജുവിന്റെ മാനസികാവസ്ഥയും ആവശ്യങ്ങളൊന്നും അവൾ കണക്കിലെടുത്തുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവൾ പറഞ്ഞതെല്ലാം മഞ്ജുവിന്റെ തീരുമാനത്തെ ബാധിച്ചുവെന്ന് എനിക്ക് തോന്നിയുള്ളൂ. മാധവൻ സാറിനെ കൊന്നതിൽ ഗിരിക്ക് പങ്കുണ്ടെന്നറിഞ്ഞിട്ടും അവനോട് ക്ഷമിച്ചതിൽ മഞ്ജുവിനെ മഹിമ ഒരുപാട് കുറ്റപ്പെടുത്തി. ഗിരിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് വരെ അവൾ പറഞ്ഞു. പക്ഷേ ഗിരിയെ വിശ്വസിച്ച് കൂടെ ജീവിക്കേണ്ടത് അവളല്ല, മഞ്ജു ആണെന്ന് അവൾ ചിന്തിച്ചില്ല. പിന്നീട് പലപ്പോഴും മഹിമയുടെ നിലപാടാ മഞ്ജുവിനെ ഗിരിയിൽ അകറ്റിയതും നാട് വിട്ടുപോകാൻ പ്രേരിപ്പിച്ചതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞതെല്ലാം മറന്ന് ഗിരിയെ സ്വീകരിക്കാനാണ് മഞ്ജു തീരുമാനിക്കുന്നതെങ്കിൽ അത് ചെയ്യണം. മഹിമയുടെ എതിർപ്പൊന്നും കണക്കിലെടുക്കരുത്. ഇത് മഞ്ജുവിന്റെ ജീവിതമാണ്. ആരൊക്കെ അതിന്റെ ഭാഗമാവണമെന്ന തീരുമാനം മഞ്ജുവിന്റെ മാത്രമാ. മുകുന്ദൻ എന്തൊക്കെയാ പറയുന്നേ? എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും ഗിരിയേട്ടനോട് ഞാൻ ക്ഷമിക്കുമെന്ന് മുകുന്ദന് തോന്നുന്നുണ്ടോ? എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സ്വയം ബോധ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ നാട് വിട്ടു പോയത്. അല്ലാതെ മഹിമയുടെ ഉപദേശം കേട്ടിട്ടൊന്നുമല്ല ഞാൻ തീരുമാനങ്ങൾ എടുത്തത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. മഹിമ എന്നും അവളുടെ അഭിപ്രായങ്ങൾ എന്നോട് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കുറവുകൾ മനസ്സിലാക്കാൻ എന്നെ അവള് ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. ഞാൻ ഇന്ന് ഈ നിലയിലെത്താൻ ഏറ്റവും വലിയ കാരണക്കാരി മഹിമയാ. എന്റെ വിജയത്തിൽ നല്ലൊരു പങ്ക് അവൾക്കും ഉണ്ട്. അതുകൊണ്ട് കൂട്ടുകാരനെ സഹായിക്കാനാണെങ്കിലും അവളെക്കുറിച്ച് ഒരു കുറ്റവും എന്നോട് പറയണ്ട. ഞാനത് കേട്ടു നിൽക്കില്ല. തൽക്കാലം നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം നടന്നെന്ന് മഹിമ അറിയണ്ട. അറിഞ്ഞാ അറിയാലോ. അറിയാം. വെറുതെ എന്തിനാ അവളെ അറിയിക്കുന്നേ? അമ്മേ, ദേ ഇത് ഞാൻ വരച്ച ഫോട്ടോയാ. ഇതിനകത്ത് GK വരച്ചിട്ടുണ്ടല്ലോ. GK എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടാ GK വരച്ചേ. എങ്ങനെയുണ്ടമ്മേ? മോള് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ GK ഉൾപ്പെടുത്തണോ? നമ്മുടെ ഫാമിലിയിൽ അയാൾ എന്തിനാ? GK നമ്മുടെ ഫാമിലിയുടെ ഭാഗമായ എന്താ കുഴപ്പം? ആ ശരി ശരി, വരച്ചു കളിച്ചതൊക്കെ മതി. പോയി കൈ കഴുകിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം.
കാരണം കുടുംബത്തിന് മനസമാധാനമാവും. ആഹാ, ഇപ്പൊ കുറ്റം എനിക്കായോ? സ്വപ്ന എല്ലാവരെയും പറ്റിക്കാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കണായിരുന്നോ? അവളെ പോലും ഒരുത്തിയെ പ്രേമിച്ച് വീട്ടിൽ കയറ്റിയ സഞ്ജുവാണ് തെറ്റ് ചെയ്തത്. അതിപ്പോഴും അച്ഛൻ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. അവനെ കല്യാണത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്താക്കിയത് നല്ലൊരു തീരുമാനമായിരുന്നു. അവനെ ഒരിക്കലും തിരിച്ച് വീട്ടിൽ കയറ്റാനും പാടില്ലായിരുന്നു. സഞ്ജുവിന്റെ കാശ് കിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വപ്ന അവനെ പണ്ടേ കൈയൊഴിയുമായിരുന്നു. ഇത് തന്നെയല്ലേ ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞത്. അപ്പൊ സ്വപ്നയുടെ ബുദ്ധി കണ്ട് അച്ഛന് വലിയ മതിപ്പായിരുന്നു. അവൾ ആ കുബുദ്ധി ഉപയോഗിച്ച് തന്നെയാ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചത്. അവള് കല്യാണത്തിന് മുമ്പ് നോണ പറഞ്ഞാന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പിന്നെ മച്ചയായ അവള് എങ്ങനെ പ്രഗ്നന്റ് ആകും? ആളുകൾക്ക് കൂടുതൽ സംശയം തോന്നുന്നതിന് മുൻപ് അവള് തന്നെ പടികളിൽ നിന്ന് വീണ് കുട്ടി മരിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് എല്ലാ കുറ്റവും മഹിമയുടെ തലയിൽ ഇട്ടതാണെങ്കിലോ? അച്ഛന്റെ മരുമകളാവുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അതിന് എന്ത് ചെയ്യാനും അവൾക്ക് മടിയില്ല. ഈ കുടുംബത്തെ കയറിയിട്ടാണെങ്കിലും ഞാനും സഞ്ജുവും തമ്മിലുള്ള ശത്രുത കൂട്ടാനേ അവള് ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാ സ്വത്തുക്കളും സഞ്ജുവിന് കിട്ടിയ അവനെ മാറ്റി നിർത്തി അവൾക്കെല്ലാം അനുഭവിക്കാന്നാ അവള് കരുതുന്നേ. ശങ്കരനും ഗിരിയൊക്കെ എന്റെ എച്ചില് നിന്ന് വളർന്നവരാ. ആ കുടുംബത്തിലൊരുത്തിയെ എന്റെ ഒപ്പത്തിനൊപ്പം കയറ്റിയിരുത്തിയതാ ഞാൻ ചെയ്ത തെറ്റ്. അവരൊന്നും എന്റെ വീടിന്റെ പടി ചവിട്ടാൻ അർഹതയുള്ളവരല്ല. എന്നിട്ടിപ്പോ അവക്ക് എന്റെ കമ്പനിയില് എന്റെ കസേരയിലിരുന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും പദവിയൊക്കെ അനുഭവിക്കണം. അതിനെ ഈ ഗോപാൽജി ചാവണം. ഇപ്പോഴെങ്കിലും അച്ഛൻ സ്വപ്ന നമ്മുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയല്ലോ. നല്ല കാര്യം. സ്വപ്നയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അച്ഛൻ സഞ്ജുവിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചോ? ഇല്ല, അവൻ ഞാൻ പറഞ്ഞ കേൾക്കുമെന്ന് തോന്നുന്നില്ല. ആസ്തിക്ക് പിടിച്ച പ്രേമമല്ലേ. അച്ഛൻ അതിന് ശ്രമിച്ചേ പറ്റൂ. ഇത് വൈകിക്കും തോറും പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. സ്വപ്ന സഞ്ജുവിനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ഒരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത അവളെ ഉപേക്ഷിക്കുന്നത് നല്ലതെന്ന് അച്ഛൻ സഞ്ജുവിനെ ഉപദേശിക്കണം. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇതിലും നല്ലൊരു അവസരം കിട്ടില്ല. എന്നെങ്കിലും ശങ്കരന് സംഭവിച്ചത് എന്താണെന്ന് സ്വപ്നം മനസ്സിലാക്കിയ അന്ന് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോഴേ ചെയ്യുന്നു മാത്രം അച്ഛൻ കരുതിയാൽ മതി.